അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തു സബയിന്റെ 41 ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൽയൗമ ലാ യംലികു ബഅ്ദുകും ലിബഅ്ദിൻ നഫ്അൻ വലാ ദർറാ. നഫ്അൻ വ, അവിടെ തൻവീൻ ശേഷം വാവ് വരുന്നു. തൊട്ടു മുമ്പ് ലിബഅ്ദിന്ന, അവിടെയും രണ്ട് സ്ഥലത്തും മണിച്ചോദണം. وَنَقُولُ لِلَّذِينَ ظَلَمُوا ذُوقُوا عَذَابَ النَّارِ الَّتِي كُنْتُمْ بِهَا تُكَذِّبُونَ. കുന്തും ബി, അവിടെ സുക്കൂനുള്ള നൂനേഷം താവ് വരുമ്പോൾ ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ قَالُوا مَا هَذَا إِلَّا رَجُلٌ يُرِيدُ أَن يَصُدَّكُمْ. യുരീദു അയ്യ, തൻവീന് സുക്കൂനുള്ള നൂനേഷം യാവ് വരുമ്പോൾ ഇദ്ഗാമും ബിഗുന്നയാണ്, ഷദ് ചെയ്ത് മണിച്ചോദണം. അമ്മാ കാന യഅ്ബുദു ആബാഉകും വഖാലൂ മാ ഹാദാ ഇല്ലാ ഇഫ്കും മുഫ്തറാ വഖാല അല്ലദീന കഫറൂ ലിൽ ഹഖ് ലമ്മാ ജാഅഹും. ജാഅ മുത്തസിലായ മദ് നീട്ടിയോദണം. ജാഅഹും ഈ, അവിടെ മണിക്കരുത്, ഇൽഹാർ ചെയ്ത് വെളിവാക്കേണ്ടുന്ന മീമാണ്. ലമ്മാ ജാഅഹും ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹാ വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ വകദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം വമാ ബലഗൂ മഅ്ശാറ മാ ആതൈനാഹും ഫകദ്ദബൂ റുസുലി ഫകൈഫ കാന നകീർ. ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ അൻ തഖൂമൂ ലില്ലാഹി മസ്നാ വഫുറാദാ സുമ്മ തതഫക്കറൂ മാ ബിസ്വാഹിബികും മിൻ ജിന്നഹ്. അവിടെ സ്വാഹിബുക്കും എന്നിടത്ത് മണിക്കണം, അവിടെയും മണിക്കണം. അവിടെ ഇഖ്ഫാ ആണ്, സുക്കൂനുള്ള നൂനേഷം ജീമ് വന്നു. പിന്നെ ജിന്ന ശദ്ദുള്ള നൂന് വരുമ്പോഴും മണിക്കണം. ഇൻ ഹുവ, അവിടെ മണിക്കരുത്. ഇൻ ഹുവ ഇല്ലാ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. ഖുൽ മാ സഅൽതുകും മിൻ അജ്രിൻ ഫഹുവ ലക്കും ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് വഹുവ അലാ കുല്ലി ശൈഇൻ ഷഹീദ്. പരലോകത്തെ അവസ്ഥകളെ വിശദീകരിക്കുന്ന, അവിടെ പരസ്പരം കൈയൊഴിയുകയും അക്രമികളായ ആളുകൾ നിരാശരാവുകയും ചെയ്യുന്ന, അവിടെ മലക്കുകളെ ആരാധിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ മലക്കുകൾ അതിനെ നിഷേധിക്കുന്ന രംഗമൊക്കെയാണ് കഴിഞ്ഞ ആയത്തുകൾ സൂചിപ്പിച്ചത്. അതേ അവസ്ഥ ഫല്യവും എന്ന് പറഞ്ഞാൽ ഇന്നേ ദിവസം, അന്നേ ദിവസം, അഥവാ അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ അന്ന് നടക്കുന്ന ചില സംഭവങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.
ലാ യംലിക്കു ഉടമപ്പെടുത്തുകയില്ല, ഉടമപ്പെടുത്തുന്നില്ല, അധികാരമില്ല. ബഅ്ലുക്കും ലിബഅൽ നിങ്ങൾക്ക് അങ്ങോട്ടിങ്ങോട്ടും, ബഅൽ എന്ന് പറഞ്ഞാൽ ചിലർ, നിങ്ങളിൽ ചിലർക്ക് ചിലരോട്, നിങ്ങളിൽ ചിലർക്ക് ചിലരിൽ ഒരധികാരവുമില്ല. എന്തിന്? നഫ്അൻ വലാ ലറ. നഫ് എന്ന് പറഞ്ഞ ഉപകാരം, ലറ് എന്ന് പറഞ്ഞ ഉപദ്രവം. നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അവിടെ സാധിക്കൂല. പരസ്പരം ആരെയെങ്കിലും സഹായിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. ആരോടെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും ഉപദ്രവം കാണിക്കണം എന്ന് അതൊന്നും നടക്കൂല. അവിടെ എല്ലാ അധികാരങ്ങളും അള്ളാഹുവിന്റെ അടുക്കലാണ്. നിങ്ങൾക്ക് ആരെയും സഹായിക്കാൻ കഴിയില്ല, നിങ്ങൾക്കൊരാൾ സഹായം കിട്ടൂല. അള്ളാഹ് പറയാണ്, വനഖൂലു ലില്ലദീന ളലമൂ, അക്രമം കാണിച്ചവരോട് നാം പറയുകയും ചെയ്യും, ദൂഖൂ അദാബൻ നാർ, നരകശിക്ഷ അനുഭവിച്ചോളൂ, ആസ്വദിച്ചോളൂ. അല്ലത്തി, എങ്ങനത്തെ നരകശിക്ഷയാണ്, കുന്തും നിങ്ങളായിരുന്നു, ബിഹാ ആ നരകത്തെ കൊണ്ട്, തുകദ്ദിബൂൻ വ്യാജമാക്കിയിരുന്നു, നിഷേധിച്ചിരുന്നു, കള്ളമാക്കിയിരുന്നു. അങ്ങനെ നരകമൊന്നുമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ പറഞ്ഞ നരകം ഇതാ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങൾ ആസ്വദിച്ചോ എന്ന് പറയുന്നതാണ്. അപ്പൊ ഏതൊരു നരകത്തെയാണോ നിങ്ങൾ നിഷേധിച്ചിരുന്നത്, അതേ നരകം നിങ്ങളുടെ മുമ്പിലുണ്ട്, ആസ്വദിച്ചോ എന്നല്ലാഹു പറയുന്നതാണ്. വഇദാ തുസ്ല അലൈഹിം ആയാതുന, നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, ബയ്യിനാത്തിൻ വ്യക്തമായ ആയത്തുകൾ, ഖാലൂ അവര് പറയും, മാഹാദാ ഇല്ലാ റജുൽ, ഇതൊരാളല്ലാതെയല്ല. എങ്ങനത്തെ ആളാണ്? യുരീദു അൻ യസുദ്ദക്കും, നിങ്ങളെ തടയുകയാണ് അയാളുടെ ഉദ്ദേശം. എന്തിൽ നിന്ന് തടയാൻ? അമ്മാ കാന യഅ്ബുദു ആബാഉക്കും, ആബാഉക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപ്പമാര്, വല്യാപ്പമാര്, വാപ്പ വല്യാപ്പമാര്. യഅ്ബുദു എന്ന് പറഞ്ഞാൽ ആരാധിക്കുക. നിങ്ങളുടെ വാപ്പ വല്യാപ്പമാർ ഏതൊന്നിനെയാണോ ആരാധിച്ചത്, ആ ആരാധിച്ചതിൽ നിന്ന് നിങ്ങളെ തടയുന്നൊരു മനുഷ്യനാണിത്. ഇത് എല്ലാ കാലത്തും പ്രവാചകന്മാരും പ്രബോധകന്മാരും നേരിട്ട ഒരാരോപണമാണ്. എവിടത്തേക്കാണ് പ്രവാചകന്മാരും പ്രബോധകന്മാരൊക്കെ ക്ഷണിക്കുന്നത്? ഖുർആനിലേക്ക്. അപ്പൊ ഖുർആനെ നേർക്കുനേരെ നിഷേധിക്കുന്ന ഒരു പതിവുണ്ട്. അതേ അവസരത്തിൽ വാപ്പ വല്യാപ്പമാരെ ചാരി നിന്ന് ഖുർആനെ പുറങ്കാല കൊണ്ട് തള്ളുന്ന രീതിയുണ്ട്. അത് പണ്ടുണ്ട്, ഇന്നുണ്ട്. പഴയ വേദഗ്രന്ഥങ്ങളെ തള്ളിയവരും പറഞ്ഞത് വാപ്പ വല്യാപ്പമാര് ജീവിച്ച പോലെ ജീവിച്ചോളാന്നായിരുന്നു. എന്നിട്ട് അവര് പറഞ്ഞു, വഖാലു മാ ഹാദാ ഇല്ലാ ഇഫ്കും മുഫ്തറ, അവര് പറയുന്നു ഇത് കെട്ടിച്ചമച്ച ഒരു കളവ് മാത്രമാണ്, വ്യാജമാണ്. വഖാലല്ലദീന കഫറൂ, നിഷേധികൾ പറയുന്നു, ലിൽ ഹഖ്ഖി ലമ്മാ ജാഅഹും ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, യാഥാർത്ഥ്യം ഹഖ് അവരിലേക്ക് വന്നപ്പോ അവര് പറയാണ്, ഇതെന്തോ ഒരു മായാജാലമാണ്, ഇത് വ്യക്തമായൊരു മായാജാലമാണ്, ഇത് അള്ളാഹുവിന്റെ അടുത്തുനിന്നൊന്നുമല്ല. നമുക്കെല്ലാം നമ്മളെ വാപ്പ വല്യാപ്പന്മാര് എങ്ങനെയാണോ ആരാധിച്ച് ജീവിച്ച അതുപോലെ മതി. അപ്പോ വ്യക്തമായ ഖുർആൻ മുമ്പിൽ വരുമ്പോൾ ഒരിക്കലും ഈ മറുപടി പറയാൻ പാടില്ല എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മളെ വാപ്പ വല്യാപ്പമാർക്ക് ഖുർആൻ കിട്ടി, ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരാണ് എങ്കിൽ നമ്മ അവരെ പിൻപറ്റാം. പക്ഷെ ഖുർആൻ പഠിക്കാത്ത, ഖുർആൻ മനസ്സിലാക്കാത്ത, വേദഗ്രന്ഥം പഠിക്കാത്ത, ഖുർആൻ അടുത്ത ആയത്ത് നോക്ക്, അന്ന് വാപ്പ വല്യാപ്പമാരുടെ ഇത് മതി, ഖുർആനൊന്നും വേണ്ടാന്ന് പറയുന്നവരുടെ നിലവാരമല്ല പറയാണ്. വമാ ആതൈനാഹും, അവർക്കുണ്ടായിരുന്നില്ല, ലഭിച്ചിരുന്നില്ല, കൊടുത്തിരുന്നില്ല, മിൻ കുത്തുബിൻ ഒരു വേദഗ്രന്ഥവും, യദുറുസൂനഹ അവരത് പഠിക്കുന്ന ഒരു വേദഗ്രന്ഥവും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വമാ അർസൽനാ ഇലൈഹിം അവരിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ല, ഖബ്ലക നിന്റെ മുമ്പ്, മിൻ നദീർ ഒരു താക്കീതുകാരനും. അപ്പോ ഒരു പ്രവാചകൻ ആ ജനതയിലേക്ക് വന്നിട്ടില്ല, ഒരു വേദഗ്രന്ഥം അവരുടെ കയ്യിലില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാരമ്പര്യത്തെ അവർ മുറുകെ പിടിക്കുന്നത് എന്നാണ്. അപ്പോ അതാണ് കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന ആ ജനതക്ക് ഇന്ന പ്രവാചകൻ പറഞ്ഞതുപോലെ, ഇന്ന വേദഗ്രന്ഥം പറഞ്ഞതുപോലെ എന്നൊന്നും ഓൽക്ക് പറയാനില്ല. നമ്മൾ ഉപ്പമാര് എന്നാണ്. ഇന്നത്തെ ചില ആളുകളൊക്കെ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ ഇതേ മറുപടി പറയും, നമുക്ക് വല്ല വാപ്പ വല്യാപ്പന്മാര് മതി. ആ വാപ്പ വല്യാപ്പന്മാര് ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ നമ്മൾ എതിർപ്പ് കാണിക്കാൻ പാടില്ല, നമ്മളവരെ പിൻപറ്റണം. പക്ഷെ ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ ഇത് പറഞ്ഞാൽ
അത് ഖുർആൻ ഈ പറയപ്പെട്ട നിഷേധികളുടെ വാക്കിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു പറയാണ് വകദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരും ഇതുപോലെ നിഷേധിച്ചിട്ടുണ്ട്. വമാ ബലഗൂ, അവരെത്തിച്ചിരുന്നില്ല മിഅ്ശാറ മാ ആതൈനാഹും. മിഅ്ശാർ, അശർ എന്ന് പറഞ്ഞാൽ 10 എന്നാണ്. മിഅ്ശാർ എന്ന് പറഞ്ഞാൽ 10-1 എന്നാണ്. മിഅ്ശാറ മാ ആതൈനാഹും, അവർക്കെത്തിയതിന്റെ 10-1 പോലും ഇവരെത്തിച്ചിട്ടില്ല. എന്നിട്ടോ ഫകദ്ദബൂ റുസുലി, അവർ പ്രവാചകന്മാരെ ദൂതന്മാരെ നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു. ഫകൈഫ കാന നകീർ, അപ്പോൾ എങ്ങനെയായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നത്, നശിപ്പിച്ചു കളഞ്ഞു, പല രൂപത്തിലുള്ള ശിക്ഷകളും വന്നെത്തിയിട്ട് എന്നാണ്. ഇവരെക്കാൾ, മക്കയിലെ മുശ്രിക്കുകളെക്കാൾ എത്രയോ പ്രതാപമുള്ള, എത്രയോ നാഗരികതകളുള്ള, എത്രയോ ഉയർച്ചയിലുള്ള, എത്രയോ സൗകര്യങ്ങളുള്ള ആളുകൾ, അതിന്റെ 10-1 പോലും ഇവർക്കില്ല എന്നാണ്. രണ്ടർത്ഥത്തിലും അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ശിക്ഷിക്കുവാൻ ഇവരെ 10-1 പോലും ആവശ്യമില്ല എന്ന് വേണം പറയാനാണ്. രണ്ടായിരുന്നാലും അവരുടെ അടുത്ത് മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറയുന്നത് കാര്യമായിട്ട് മുമ്പുള്ളവരുടെ അത്ര പോലും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ, കുൽ നബിയെ പറഞ്ഞു കൊടുക്ക്, ഇന്നമാ അഇളുക്കും ബിവാഹിദ, എനിക്കൊരൊറ്റ കാര്യമേ നിങ്ങളോട് വഅദ് പറയാനുള്ളൂ, ഉപദേശിക്കാറുള്ളൂ. എന്താണെന്നറിയോ? അൻ തഖൂമൂ ലില്ലാഹി മസ്നാ വഫുറാദ. നിങ്ങളിങ്ങനെ ആൾക്കൂട്ടത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്, വലിയ ഒരു കൂട്ടുണ്ട്, ഒരു സംഘമുണ്ട്, ഒരു സംഘടന ഉണ്ട് എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ തോന്നും. നിങ്ങൾ ഒറ്റക്കൊന്ന് ചിന്തിക്ക്. മസ്ന, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത 2 ആൾ കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. സുമ്മത്ത തഫക്കറു, എന്നിട്ട് നിങ്ങൾ ചിന്തിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ഇതെന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? വലിയൊരു മനഃശാസ്ത്രമുണ്ട്. ആളുകൾ തിന്മ ചെയ്യുമ്പോൾ ഒരു ആൾക്കൂട്ടാണെങ്കിൽ വലിയൊരു കോൺഫിഡൻസ് ആയിരിക്കും. ഒറ്റക്ക് ചിന്തിക്കുമ്പോൾ മോശാന്ന് തോന്നും. അല്ലെങ്കിൽ ഏറ്റവും നന്മയോടുകൂടി തൻ്റെ കൂടെ തന്നെ പോലെ ചിന്തിക്കുന്ന ഒരാളുമായിട്ട് ഇങ്ങനെ കൂടിയാലോചിച്ചാൽ വേണ്ടായിരുന്നു, അതാണ് ശരി, ആ പറഞ്ഞതാണ് ശരി എന്നൊക്കെ ബോധം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മനഃശാസ്ത്രം അറിഞ്ഞുള്ളൊരു ഉപദേശമാണ്. നിങ്ങളൊന്ന് ഒറ്റക്ക് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിട്ടാണെങ്കിൽ അങ്ങനെയും ചിന്തിച്ചു നോക്ക്. മാ ബിസ്വാഹിബിക്കും മിൻ ജിന്ന, നിങ്ങളുടെ ഈ കൂട്ടുകാരന് ഒരിക്കലും ഭ്രാന്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്തല്ല. ഇൻ ഹുവ ഇല്ലാ നദീർ ലക്കും, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ബൈന യദൈ, നിങ്ങളുടെ മുമ്പിൽ, അദാബിൻ ശദീദ്, കഠിനമായ ഒരു ശിക്ഷയുണ്ട് എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ് നിങ്ങളുടെ കൂട്ടുകാരൻ. പ്രവാചകനെ നിഷേധിക്കാൻ എന്ത് വകുപ്പാണ് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഒരു വകുപ്പുമില്ല. നിങ്ങൾക്ക് നന്മ മാത്രമാണ് അദ്ദേഹം കാക്ഷിക്കുന്നത്. ഭ്രാന്തനല്ല, സാഹിറല്ല, മജീഷ്യനല്ല, മായാജാലക്കാരനല്ല, ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്കിതാ ഒരു ശിക്ഷ വരുന്നുണ്ട് എന്നല്ലേ അദ്ദേഹം പറഞ്ഞു തരുന്നത്. കുൽ നബിയെ, അവരോട് പറ, മാ സഅൽതുക്കും മിൻ അജ്രിൻ, ഒരു കൂലി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും പൈസ ചോദിച്ചോ, പണം ചോദിച്ചോ, ഭൗതികമായ ഏതെങ്കിലും കാര്യം നിങ്ങളോട് ചോദിക്കുന്നുണ്ടോ? മിൻ അജ്ർ, ഒരു കൂലിയില്ല എന്നാണ്. ഫഹുവ ലക്കും, ഇനി ഏതെങ്കിലും അർത്ഥത്തിൽ കൂലി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ദീനിലേക്ക് വരാനും ഖുർആൻ മനസ്സിലാക്കാനും ദീനിന്റെ വഴിയിൽ സ്വീകരിക്കാനാണ്. അതിന്റെ ഗുണം ആർക്കാണ്? നിങ്ങൾക്കാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന അജ്ർ നിങ്ങൾക്കുള്ളതാണ്, എനിക്കല്ല. ഭൗതികമായി എനിക്കൊന്നും കിട്ടാനില്ല, നിങ്ങൾക്കാണ് അതിന്റെ ഫലം കിട്ടാനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എന്റെ പ്രതിഫലം അള്ളാഹുവിങ്കിലേക്കല്ലാതെ വേറെ എവിടെയില്ല. എനിക്ക് അള്ളാഹിന്റെ അടുത്ത് നിന്ന് കിട്ടിയാൽ മതി. വഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, ആ റബ്ബ് എല്ലാറ്റിനും സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അഥവാ നമ്മള് ഇപ്പോ ഈ ഒറ്റക്കും കൂട്ടായി എന്നൊക്കെ പറഞ്ഞ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞ ഒരു വാക്ക് ഉദ്ധരിക്കപ്പെടാറുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ ഒരാൾക്കൂട്ടത്തിൽ വെച്ച് ഉപദേശിക്കരുത്. നമ്മൾ കുട്ടികളോട് ഉപദേശിക്കുമ്പോൾ അവരൊക്കെ കൂട്ടുകാരെ മുമ്പിൽ നിന്ന് ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഉപദേശിച്ചാൽ അവർക്ക് പ്രയാസാവും. എല്ലാ ഉപദേശവും അങ്ങനെയാണ്. മൻ നസഹ അഖാഹു സിർറൻ
ഏതെങ്കിലും ഒരാൾ തന്റെ സഹോദരനെ ഉപദേശിക്കുകയാണ് രഹസ്യമായിട്ട് എങ്കിൽ ഫഖദ് ദാനഹു, അവനവനെ ഭംഗിയാക്കുകയാണ്, മനോഹരമാക്കുകയാണ്. എന്നാലോ അമന്ന സഹ അഹാഹു ജഹ്റ, പരസ്യമായി ഒരാളെ ഉപദേശിക്കുമ്പോൾ അവനെ വികലപ്പെടുത്തുക ചെയ്യുന്നതെന്നാണ്. അപ്പോ രഹസ്യമായി ഉപദേശിക്കുകയാണ് വേണ്ടതെന്നാണ്. പരസ്യമായി ഉപദേശിക്കുമ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ വികലമാക്കുന്ന രൂപത്തിലായി തീരുന്നതാണ്. അപ്പൊ ആ രൂപത്തിൽ ഇവിടെ ഖുർആൻ പറയാണ്, നിങ്ങൾ ഒറ്റക്ക് രഹസ്യമായിട്ട് അല്ലെങ്കിൽ രണ്ടാളൊക്കെ കൂടി എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കുക എന്നാണ്. അപ്പോ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ല. കുറച്ച് ആൾക്കാർ കൂടുമ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാം ഒരുപാട് ആളുണ്ടല്ലോ എന്നൊക്കെ ചിന്ത ഉണ്ടാവും. പക്ഷെ ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോൾ പലപ്പോഴും യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയും ചെയ്യുന്ന. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, ഈ അവസാനം പറഞ്ഞ മാ സഅൽതുക്കും മിൻ അജ്ർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, എല്ലാ പ്രവാചകന്മാരും ഇത് പറഞ്ഞിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഹൂദിലും സൂറത്തുൽ അംബിയയിലെല്ലാം കാണാം. മാ സഅൽതുക്കും വമാ നസ്അലുക്കും മിൻ അജ്ർ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് ഒരു പൈസയും തരണ്ട. നിങ്ങൾ ഈ ആദർശം സ്വീകരിച്ചാൽ മതി, നിങ്ങൾ ഈ വിശ്വാസം സ്വീകരിച്ചാൽ മതി, നിങ്ങൾ ഈ വേദഗ്രന്ഥം പിൻപറ്റിയാൽ മതി. നിങ്ങൾ ഇങ്ങനെ പിൻപറ്റുക വഴി നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം എന്ന് പറയുന്ന എല്ലാ പ്രവാചകന്മാരുടെയും വഴി അതായിരുന്നുവെന്നാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച വഴി അതാണ് എന്നാണ്. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന, അതിനു വേണ്ടി നടക്കുന്ന ഒരു മതത്തിന്റെ പ്രബോധകനും പ്രചാരകനും ഒന്നും ആകാതിരിക്കുക എന്നുള്ളതാണ്. ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആ രൂപത്തിലല്ല പ്രിയപ്പെട്ടവരെ. അപ്പോ ദീൻ ഗുണകാംക്ഷയാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗുണകാംക്ഷ. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് എന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ സത്യവിശ്വാസികളിലും വിശ്വാസിനികളിലും ഉൾപ്പെടുവാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.